ഹലോ, നല്ല നമസ്കാരം. റെട്രോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ കാർത്തിക് സുബ്ബരാജ് രചനയും സംവിധാനവും നിർവഹിച്ച അതിമനോഹരവും ബൃഹത്തായ മനങ്കൾട്ടാണ് റെട്രോ. സൂര്യ ഇത്തവണയും നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. ഇതുപോലുള്ള ഊള സ്ക്രിപ്റ്റുകൾക്ക് തലവച്ചു കൊടുക്കുക മാത്രമല്ല, പോയി പ്രൊഡ്യൂസ് കൂടെ ചെയ്യുന്നുണ്ട്. ഉള്ള കയ്യിലിരിക്കുന്ന പൈസ വെറുതെ കളയുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കഷ്ടം തോന്നുന്നുണ്ട്. ഒരു ഗാങ്സ്റ്റർ മൂവിയാണോ എന്ന് ചോദിച്ചാൽ ഇത് തികച്ചും ഒരു അൺകംപ്ലീറ്റ് ആയിട്ടുള്ള ഗാങ്സ്റ്റർ മൂവിയാണ്. അതോടൊപ്പം തന്നെ ഒരു കാതൽ കടിതമാണോ എന്ന് ചോദിച്ചാൽ അതും ഒരു ഊള കാതൽ കടിതം. അതോടൊപ്പം തന്നെ അച്ഛനും മകനും തമ്മിലുള്ള ഒരു പാസമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഒട്ടും സ്ട്രോങ് അല്ലാത്ത ഒരു സ്ക്രീൻ പ്ലേ. ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആകണമെങ്കിൽ അതിൻ്റെ കുറേ സാധനങ്ങളുണ്ടല്ലോ, ഒന്നും അൺകംപ്ലീറ്റ് ആണ്. എല്ലാം തന്നെ കണക്റ്റ് ആവുന്നതുമില്ല, അൺകംപ്ലീറ്റ് ആണ്. എങ്ങനെയൊക്കെ എവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ക്ലൈമാക്സിലോട്ട് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സ് ആണെങ്കിലോ ഒരു ഊള ക്ലൈമാക്സ്. എന്താണെന്നോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഒരുപാട് ട്വിസ്റ്റും ടേംസും ഒക്കെ വച്ചിട്ടുണ്ട്. പക്ഷേ ആ ട്വിസ്റ്റും ടേംസും ക്ലൈമാക്സിലെത്തുമ്പോൾ എന്തിനു വേണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെയാണ് ആ കുറേ ട്വിസ്റ്റൊക്കെ വച്ചിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നല്ല കിടിലൻ ലാഗുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. സൂര്യ, ജോജു, പൂജ ഇവരുടെ പെർഫോമൻസ് വളരെയധികം ഗംഭീരമായിട്ട് തന്നെ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് വളരെയധികം ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മാർഷൽ ആർട്സും അതോടൊപ്പം തന്നെ ബ്ലാക്ക് ഫൈറ്റേഴ്സ് അങ്ങനെയുള്ള കുറേ വ്യത്യസ്തത ഈ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ കുറേ നല്ല കിടിലം സാധനങ്ങൾ, കുറേ സ്ലോ മോഷനൊക്കെ കൊണ്ട് നന്നായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറേ ബ്ലാക്കിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജയിലിനകത്തുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല കിടിലം സാധനങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ ആ ഒരു നല്ല ഒരു ആർട്ട് വർക്ക് വളരെ ഗംഭീരമാക്കി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ക്ഷേത്രവും അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ഒക്കെ വളരെയധികം മനോഹരമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രേയസ് കൃഷ്ണയുടെ ക്യാമറ വെരി വെരി വെൽ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നൈറ്റ് മോഡ് പോലുള്ള ചില സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കല്യാണത്തിനുള്ള ഒരു വലിയ ഒരു ഷോട്ട് ഒറ്റ ഷോട്ടായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 8 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഒറ്റ ഷോട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2-3 ഷോട്ട്, പ്രത്യേകിച്ച് ആ നൈറ്റ് സെറ്റപ്പ്, അതോടൊപ്പം ആ ദ്വീപിൻ്റെ കുറേ വിഷ്വൽസൊക്കെ വളരെ ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ജയറാം വന്നിട്ട് എന്തൊക്കെയോ കോമഡിക്ക് വേണ്ടി എന്തൊക്കെ ഊളത്തരങ്ങളെ കാട്ടിക്കൂട്ടുന്നത്. ജയറാമിൻ്റെ കോമഡി ഒന്നും തന്നെ ഒരുമാതിരി വൾഗറായിട്ട് എനിക്ക് തോന്നി. ഒട്ടും വർക്കല്ല. അതോടൊപ്പം തന്നെ പൂജ ഹൈഡിൻ്റെ പിന്നെ മേക്കപ്പ്, ഇതെന്താണ് ഈ പിന്നെ കറുപ്പിക്കാൻ വേണ്ടി ഉള്ള ഓയിലെല്ലാം പിന്നെ മുഖത്ത് വാരി തേച്ച് കറുപ്പിച്ച് വെളുത്തിരിക്കുന്ന ഒരു പെണ്ണിനെ കറുപ്പിച്ച് കച്ചടയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചില ആൾക്കാരുടെ മനോഭാവത്തിൻ്റെ ഒരു കുഴപ്പമാണ്. ഈ ചില രാജ്യത്തു നിന്ന് വരുന്ന ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന പെണ്ണുങ്ങൾ കറുത്തിരിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കറുപ്പിച്ച് കച്ചടയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട് പിന്നെ മേക്കപ്പ് ഇല്ലാതെയാണ് പിന്നെ ആക്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഓയിൽ മേക്കപ്പ് കൊണ്ട് കച്ചടയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രകാശ് രാജ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ പിന്നെ സൂക്തവാക്യങ്ങൾ പോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം നാസർ ഒരു മിന്നായം പോലെ അവിടെ സീരിയൽ ബൾബ് പോലെ എവിടെ ചിലപ്പോൾ പൊന്തി വരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒരു പുല്ലുമില്ല, ഒരുപാട് ലാഗുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഇതിൻ്റെ ഭാഷയുടെ ഒരു കുഴപ്പം, ശ്രീലങ്കൻ ലാംഗ്വേജ്, അതോടൊപ്പം തമിഴ് നോർമൽ തമിഴ്, അതോടൊപ്പം നമ്മുടെ മലയാളികൾക്ക് സംസാരിക്കുന്നത് പോലുള്ള തമിഴ്, അങ്ങനെയുള്ള ഒരുമാതിരി അവിയൽ പരുവത്തിലുള്ള ഭാഷയുടെ ഒരു കുഴപ്പം. മൊത്തത്തിൽ ഈ സിനിമ ഒരു അവിയൽ സിനിമയാണ്. ഫാൻസുകാർക്ക് പിന്നെ ആഘോഷമാക്കാൻ വേണ്ടി കുറേ സ്ലോ മോഷനും കുറേ പിന്നെ ആക്ഷൻ സീക്വൻസും ഉണ്ട്, പാട്ടും ഉണ്ട്. അല്ലാതെ ഇതിൽ ഒരു പുല്ലുമില്ല.
പിന്നെ ഫാമിലിക്കും സാധാരണ ഓഡിയൻസിനും ഇത് റെട്രോ ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ 2.25 മണിക്കൂർ ഈ സിനിമ കണ്ട് ഞാൻ തീർത്തത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.